എൻ്റെ പേര് ദീപു. ഞാൻ കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്, ഉപഭോക്താക്കൾ. നമ്മളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ കടകളിൽ പോയി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. വീട്ടു സാധനങ്ങൾ, പ്രൊവിഷൻസ്, ഗ്രോസറീസ്, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ, കമ്പ്യൂട്ടർ, TV, ഫ്രിഡ്ജ്, AC, അങ്ങനെ പല പല സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ചില മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ വരും. ചില സാധനങ്ങൾക്ക് അല്ലാതെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ, ഇപ്പം ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി, ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ഈ വാങ്ങിക്കുന്ന കടയിൽ തന്നെ നമ്മൾ പോയി ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും. ഇതിനിങ്ങനൊരു കുഴപ്പമുണ്ട്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ആക്സസറീസ് ഒക്കെ ഉണ്ടാവും. ഹെഡ്ഫോണോ, സ്ക്രാച്ച് കാർഡ്, അങ്ങനെ മറ്റു പലതുകൊണ്ടുള്ള കവർ, അങ്ങനെയൊക്കെയുള്ള ആക്സസറീസ് ഒന്നും ആ കവറിന്റെ പാക്കറ്റിൽ പറയുന്ന ആക്സസറീസ് ഒന്നും തുറന്നു നോക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കടയിൽ ചിലപ്പോൾ അത് എക്സ്ചേഞ്ച് തരുവാണെങ്കിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഇല്ല. അപ്പം നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്തിട്ടും നമുക്ക് ആ സാധനങ്ങൾ, ഇപ്പം എന്ത് സാധനം ആവട്ടെ, ഇപ്പം ഗോൾഡ് പർച്ചേസിന് പോവുകയാണെങ്കിൽ സ്വർണ്ണക്കടയിൽ പോകുന്ന ഒരു സാധനം വാങ്ങിക്കുന്നു, കൊണ്ടുവന്ന് നോക്കുമ്പോഴായിരിക്കും അതിനകത്ത് ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ കടയിൽ ചെല്ലുമ്പോൾ ഒരു എക്സ്ചേഞ്ച് തരുവാണെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ ഇല്ല. എപ്പോഴാണ് ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്? നമ്മൾ ആ സാധനം എക്സ്ചേഞ്ച് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അത് തിരിച്ചെടുക്കാതിരിക്കുമ്പോഴും അത് കോമ്പൻസേറ്റ് ചെയ്യാതിരിക്കുമ്പോഴും ഒക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അത്തരം ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ കൺസ്യൂമർ റിഡ്രസൽ ഫോറംസ് ഓരോ ജില്ലയിലും, അതായത് ജില്ലാ ലെവലിൽ, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവല്, അത് കഴിയുമ്പോൾ നാഷണൽ ലെവല്, ഇങ്ങനെ 3 ലെവലിലാണ് ഫോറങ്ങളുള്ളത്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറംസ്. അപ്പോൾ ജില്ലാ ലെവലിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ 1 കോടി രൂപ വരെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഫോറത്തിൽ കൊടുക്കേണ്ടത്. 1 കോടിക്കും 10 കോടിക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ഫോറം, 10 കോടിക്ക് മുകളിൽ വരുന്ന എല്ലാം നാഷണൽ ലെവലിലുള്ള നാഷണൽ ഫോറത്തിലാണ് കൊടുക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതും ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് കേസൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഡെഫിഷ്യൻസി ഓഫ് സർവീസ് കാറ്റഗറി, അതായത് ഒരു സർവീസ്, നമുക്ക് കിട്ടുന്ന ഒരു സർവീസിൽ എന്തെങ്കിലും ഒരു വീഴ്ചയോ അവരുടെ ഭാഗത്തു നിന്ന് അപാകതകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ അനുസരിച്ച് കേസ് കൊടുക്കാൻ പറ്റും. പലർക്കും ഇപ്പോഴും അങ്ങനെ ഒരു കാര്യം അറിയില്ല. സാധനങ്ങൾ സംബന്ധിച്ചും അതിനൊരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഒക്കെ ഓരോ കടക്കാർ ഫെയർ അല്ലാത്ത രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രമല്ല. ഇപ്പം ഒരു സർവീസ് നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്യുന്നു, ആ പറഞ്ഞ ഡേറ്റിൽ കിട്ടുന്നില്ല. അല്ലെ നമ്മൾ വിവാഹ ആവശ്യത്തിനായിട്ടൊക്കെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്യുന്നു, ആ പറഞ്ഞ ഡേറ്റിൽ മറ്റാർക്കെങ്കിലും അത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഡിഫക്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനും കൺസ്യൂമർ കോടതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീടുകളൊക്കെ, പുതിയ വീടുകളും ബിൽഡിങ്സും ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. വീടിന്റെ വർക്കിന് വേണ്ടിയിട്ട് ലേബർ കോൺട്രാക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലും വീഴ്ചകളൊക്കെ ഉണ്ടാവും. പറഞ്ഞ ഡേറ്റിനുള്ളും ചിലപ്പം പണി തീർത്ത് തരത്തില്ല. ചിലപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ നിൽക്കുന്നവരായിരിക്കും, അമേരിക്കയിലോ അവിടെയൊക്കെ ലണ്ടനിലോ ദുബായിലൊക്കെ ഈ ഒരു പാല് കാച്ചിന്റെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നാട്ടിൽ വരുന്നത്. അപ്പോൾ ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഇവർ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു 20 ലക്ഷം രൂപ കൊടുത്തെന്ന് വെച്ചോ, ഒരു 10 ലക്ഷം രൂപയുടെ വർക്ക് പോലും അവർ കംപ്ലീറ്റ് ചെയ്യാതെ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസും നമ്മൾ കൺസ്യൂമർ കോടതിയിലാണ് കൊടുക്കേണ്ടത്. അതൊരു ഡെഫിഷ്യൻസി ഓഫ് സർവീസിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് മെഡിക്കൽ നെഗ്ലിജൻസ് പോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അത്തരം കേസുകളും നമ്മൾ കൺസ്യൂമർ കോടതിയിൽ കൊടുക്കും. ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള പോളിസീസ് ഒക്കെ എടുക്കുമ്പം അവർ ചില കവറേജിൽ വരുന്ന കുറേ അസുഖങ്ങളും കവറേജിൽ ഉൾപ്പെടാത്ത ചില അസുഖങ്ങൾ, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ചിലപ്പോൾ കവറേജിൽ ഉൾപ്പെട്ട ഒരു അസുഖം നമ്മൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അവർ ചിലപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയും, തരാൻ പറ്റത്തില്ല, ഇത് വരുന്നതല്ല, കവറേജിലല്ല. പക്ഷെ ആ പോളിസി മറ്റു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതനുസരിച്ചും അത്തരം ഒരു സാഹചര്യം വരുമ്പോഴും നമുക്ക് ഡെഫിഷ്യൻസി ഓഫ് സർവീസിന് തീർച്ചയായിട്ടും കേസ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുക്കണമെങ്കിൽ ഒരു അഡ്വക്കേറ്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ കക്ഷികൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു സിവിൽ പ്രൊസീജിയർ കോഡാണ് അതിന്റെ എല്ലാ ഫോർമാലിറ്റീസും, കേസിന്റെ ഓരോ സ്റ്റെപ്സും സിവിൽ പ്രൊസീജിയർ കോഡാണ് അത് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പൊ ചില കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ്, മെഡിക്കൽ നെഗ്ലിജൻസ് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കേസുകളൊക്കെ വരുമ്പോൾ അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട്, ഒരു വക്കീല് കേസ് നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ കൂടുതൽ ആ CPC ഒക്കെ വരുമ്പോൾ ഒരു വിസ്താരമൊക്കെ വരുമ്പം അതിൻ്റെ അഫിഡവിറ്റ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ കൂടെ ഡോക്യുമെന്റ്സ്, ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ സത്യവാങ്മൂലത്തിൻ്റെ അഫിഡവിറ്റ്സിൻ്റെ കൂടെ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറേ ലീഗൽ സൈഡൊക്കെ ഒരു വക്കീൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ ആ ഒരു കാര്യത്തിൽ അഭികാമ്യമായിരിക്കാം. ചെറിയ ഇഷ്യൂസൊക്കെ വരുമ്പോൾ വക്കീലിൻ്റെ സഹായം ഇല്ലാതെയും ചെറിയ ഇഷ്യൂസൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പം കൺസ്യൂമറിൽ കേസ് നമ്മൾ ഫയൽ ചെയ്തതിന് ശേഷം കേസ് ആർക്കാണ് കൊടുക്കേണ്ടത്, നമ്മൾ കേസിൽ ആ കംപ്ലൈന്റിലെല്ലാം നല്ല സ്പെസിഫൈഡ് ആയിട്ട് കൊടുക്കണം. അല്ലാതെ 2-3 വരിയിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു കംപ്ലൈന്റ് ഒരിക്കലും ശരിയാവില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ടൊന്നും വരത്തില്ല. വിശദമായിട്ട് നമ്മൾ ആ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിൽ വെക്കണം. എല്ലാ ഫാക്ട്സും എഴുതണം. ഇന്ന ദിവസം ഞാൻ വാങ്ങി, ഇന്ന കാര്യങ്ങളായിരുന്നു, അതിൻ്റെ എന്താണെന്നുള്ളത് എല്ലാം എഴുതി ഒരു നിശ്ചിത തുക കോർട്ട് ഫീസ് ഓരോ രീതിയിലുണ്ട്. ആ കോർട്ട് ഫീസൊക്കെ അടച്ച് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷം ഈ ഫോറം 21 ദിവസത്തിനുള്ളിൽ ആ കംപ്ലൈന്റിന്റെ ഒരു ഭാഗം എതിർകക്ഷിക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തതിന് ശേഷം എതിർകക്ഷി കോടതി മുമ്പാകെ 30 ദിവസത്തിനുള്ളിൽ ഹാജരാവാം, തർക്കങ്ങൾ ബോധിപ്പിക്കാം. ഈ 30 ദിവസം എന്നുള്ള ഒരു 15 ദിവസം വീണ്ടും നമുക്ക് കൊടുക്കാം. പിന്നെ അതിന് മുമ്പായിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു കാലഹരണം, ആ ഒരു പീരീഡ് ഉണ്ട്. ഇന്ന പീരീഡിനുള്ളിൽ കൊടുക്കണം. അപ്പം നമുക്ക് എപ്പോഴാണ് ആ ഒരു കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയും, എപ്പോഴാണ് ഇപ്പോൾ ഒരു നമുക്കൊരു കടയിൽ നിന്ന് ഒരു ഗ്യാരണ്ടി കാർഡോ വാറണ്ടി കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു, ആ ബില്ല് കിട്ടുന്നു, ആ ഒരു ഡേറ്റ് മുതലുള്ള കോസ് ഓഫ് ആക്ഷൻ തുടങ്ങി 2 വർഷത്തിനുള്ളിലാണ് നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. പിന്നെ ഈ 2 വർഷം കഴിഞ്ഞാലും ചില എക്സംഷണൽ വളരെ നമ്മളൊരു കോടതി ഫോറത്തെ കൺവിൻസ് ചെയ്യണം. ഒരു പെറ്റീഷൻ അഫിഡവിറ്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ മനഃപൂർവ്വം അല്ല ഡിലേ ഉണ്ടായത്, ഞാൻ വിദേശത്തായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ബെഡ് റിഡൺ ഒക്കെ ആയിട്ട് കിടന്നു, അങ്ങനെയൊക്കെയുള്ള ജെന്യുവൻ റീസൺ ആണെന്നുണ്ടെങ്കിൽ 2 വർഷം എന്നുള്ളത് നമുക്കത് മാപ്പ് ചെയ്ത് കിട്ടും, കൺട്രോൾ ചെയ്ത് കിട്ടും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പല കേസുകളിലും വിധി ഒരു വിസ്തരിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ മീഡിയേഷനിലൊക്കെ വിടാറുണ്ട്. മീഡിയേഷനിലൊക്കെ വിട്ട് കേസ് റഫറി സെറ്റ് മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോടതിയിൽ നിന്ന് ഒരു ഇതൊക്കെ ആയിട്ട് ഒരു വക്കീലിനെയൊക്കെ വെച്ചിട്ട് മീഡിയേറ്ററെ ഇടയ്ക്ക് വെച്ചിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊക്കെ ഒരു സെറ്റിൽമെന്റ് ഒക്കെ ഔട്ട് സൈഡിലൊക്കെ കക്ഷികൾ തമ്മിൽ സംസാരിച്ച് ധാരണ, ഒട്ടുമിക്ക കേസുകളും ഇപ്പം സെറ്റിൽമെന്റിലൂടെ തീരാറുണ്ട്. തീരാത്ത പക്ഷം നമ്മൾ ഈ കിട്ടിയ വിധി നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ഗുണമൊന്നുമില്ല. അതിന് വിധി നടത്ത് ഹർജി അതേ കോടതിയിൽ കൊടുത്തിട്ട് വിധി നടത്ത് ഹർജി സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ആ വിധി നടത്ത് ഹർജിയിൽ കൂടെ കിട്ടാനുള്ള കാശൊക്കെ ആണെങ്കിൽ അതിന് വാറണ്ട് അയക്കുക, കാര്യങ്ങൾ സിവിൽ കേസ് എങ്ങനെയാണോ നടത്തുന്നത് അതേ രീതിയിൽ തന്നെ അതിന്റെ ഫോർമാലിറ്റീസിലൂടെ ഈടാക്കി എടുക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കൊമേഴ്ഷ്യൽ പർപ്പസിന് നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് നമുക്ക് കൺസ്യൂമർ ഫോറത്തിൽ ഒരിക്കലും ഒരു കേസ് കൊടുക്കാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, ആ കമ്പ്യൂട്ടറിൽ കൂടെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ട്സിനോ അടുത്ത നെയ്ബേഴ്സിനോ ഒക്കെ നമ്മൾ അതിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് ചെയ്യുന്നു, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള ചെറിയ വരുമാനം കൊണ്ടൊക്കെ നമ്മൾ ഉപജീവനമൊക്കെ നടത്തും, നമ്മുടെ കാര്യം ലിവ്ലിഹുഡിന് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് ഫോറത്തിലൊക്കെ കേസ് കൊടുക്കാം. പക്ഷെ അതല്ല കൊമേഴ്ഷ്യൽ പർപ്പസിന്, അല്ല ഒരു ലാർജ് സ്കെയിലിൽ നമ്മളൊരു ഇന്റർനെറ്റ് കഫേസ് ഒക്കെ നടത്തുന്നു, അതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലാതൊരു ഷോപ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കച്ചവടം ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഒരിക്കലും കൺസ്യൂമർ കോടതി നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ സ്വന്തം ഉപജീവന മാർഗം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പേഴ്സണൽ യൂസിന് വേണ്ടി ഉള്ള കാര്യത്തിന് മാത്രമേ കൺസ്യൂമർ ഫോറത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ.